ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി ഡിയിലാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 4 സി ഡി എടുത്തിട്ടുണ്ട്. സി ഡിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് വാൾ ഡെക്കോറാണ്. അതിനുവേണ്ടി എനിക്ക് കുറച്ച് കളേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അക്രിലിക് കളറിൻ്റെ സെറ്റിൽ ഇല്ലാത്ത കളേഴ്സാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു വൈറ്റും ബ്ലൂവും മിക്സ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഗ്രീനും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻഡിഗോ കളറ് കിട്ടും. അപ്പോൾ ആ ഒരു കളറാണ് എനിക്ക് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോപ്പർ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സി ഡിയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സി ഡിയിൽ ബേസ് കോട്ടായിട്ട് വൈറ്റൊക്കെ കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. നല്ല ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കളർ വേഗം തന്നെ തിക്കായി പോവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സി ഡി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ആ ഒരു കളർ മിക്സ് ചെയ്തതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലൂവും കൂടെ. നേരത്തെ ബ്ലൂ ആണ് അധികം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് ഗ്രീനാണ് കുറച്ചധികം എടുക്കുന്നത്. അപ്പോൾ ഗ്രീനും അധികം എടുത്തു, പിന്നെ വൈറ്റും ബ്ലൂവും കുറച്ചെടുത്തു. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കളേഴ്സൊന്നും നമ്മുടെ പെയിൻറ്റ് സെറ്റിൽ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല കളേഴ്സാണ്. അപ്പോൾ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു സി ഡിയുടെ ഫൈനൽ ലുക്ക്. നന്നായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അതിനകത്ത് തന്നെ ആ ഒരു കളർ മിക്സ് ചെയ്തതിൽ തന്നെ കുറച്ച് അധികം യെല്ലോവും വൈറ്റും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് പിസ്ത കളർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറ്. അപ്പോൾ മൂന്നാമത്തെ സി ഡിയിൽ ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സെൻട്രൽ ഭാഗം ഫസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സി ഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ കളർ മിക്സിങ്ങിലേക്ക് കിടക്കാം. അതിനുവേണ്ടി അതേ കളേഴ്സ് മിക്സിങ് തന്നെ നമുക്ക് കുറച്ച് റെഡും കുറച്ച് വൈറ്റും മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടും. ഇത് നല്ല കളറാണ് കേട്ടോ, നല്ല ന്യൂഡ് കളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സി ഡിയിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടമായെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ നാലാമത്തെ സി ഡിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 4 സി ഡികൾ നല്ല പോലെ ഉണക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 4 സി ഡി നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ മാർക്കറാണ്, സി ഡി മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇല്യൂഷൻ വർക്കൊക്കെ പോലെയുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് സി ഡിയിൽ. ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇല്യൂഷൻ വർക്ക് പോലെ ലാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതന്നെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ഒന്ന് നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ സി ഡിയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സി ഡിയിലും ഡിഫറെൻറ്റ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സി ഡിയിലെ വർക്കും കാണാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സി ഡിയിൽ എനിക്ക് എൻ്റെ മോൻ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് നഖം വെച്ച് കോറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വർക്ക് കാണാം.
നമ്മുടെ 4 CD വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 CD ഒരുമിച്ചിട്ട് നോക്കാം. ഇതായിരുന്നു ആ ഒരു വർക്ക്. അപ്പോൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു റോളിംഗ് പേപ്പറാണ്. ഇതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വാർണിഷ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു CDക്ക് ആ ഒരു വർക്ക് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വാർണിഷ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എങ്കിലും നമ്മുടെ പെയിൻറ്റിങ്സ് ചീത്തയായി പോയില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു റോളർ എടുത്തിട്ട് അത് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്സ് ഒന്നും ചീത്തയായി പോവില്ല, പൊടിയൊന്നും തട്ടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം വാർണിഷ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു രീതി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വലിയ സെല്ലോ ടാപ്പ് വെച്ചിട്ടും ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ചീത്തയായി പോയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ CD പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പറ്റുമെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മുന്നിലത്തെ വശത്ത് റിങ്കിൾസ് വരും. ഓക്കെ, അങ്ങനെ 4 CD നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ടായിരുന്നു. നമ്മൾ വാർണിഷിംഗ് ഒക്കെ ചെയ്ത പോലെ തന്നെ അതേ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നല്ല പോലെ പ്രസ് ചെയ്ത് പിടിച്ച് ചെയ്യുക, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 4 CD ഇതുപോലെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.